ഹായ് ചങ്കള്. അപ്പോൾ ഞാനിതാ ഇടവണ്ണയുടെ വേറെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ മറക്കണ്ട, ഞാനിപ്പോൾ ആ ഒരു പാറക്കെട്ട് അല്ലാത്തൽമ ഇതിൻ്റെ മുകളിലൊക്കെ കയറണം ഈ സിനിമാക്കാർക്ക് തന്നെ കേട്ടോ, ഞാൻ സത്യം. അപ്പോൾ ഞാൻ ആ പാറൻ്റെ മുകളിലേക്ക് എത്തിക്കണം. പിന്നെ ഈ പാറൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ സിനിമ ഷൂട്ടുകാർക്കും ആൽബം എടുക്കുന്നവർക്കൊക്കെ വരാം. കാരണം ഇവിടെ ആൽബം ഷൂട്ട് ഇടക്കിട്ടാണ് അതിൻ്റെ ഷോട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആ വിഷ്വലിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാറൻ്റെ അടുക്കൽ വഴി എല്ലാം മോശമായിട്ടോ മക്കളെ, പക്ക മോശമാണ്. നമുക്ക് പാറൻ്റെ മുകളിൽ കയറാം. പാറ എന്ന് പറഞ്ഞാത്തല്ല, നമ്മളിതാണ് പാറൻ്റെ മുകളിലെത്തി. നമ്മൾ ചങ്കുമാരൊക്കെ അടുത്തുണ്ട്, ആരൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് പാറൻ്റെ അവിടെ എത്തി. ഹായ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊക്ക പോലത്തെ സ്ഥലം. ഇവിടെ നിന്ന് നോക്കിയാൽ ഇടവണ്ണ ടൗൺ ഫുള്ള് കാണുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പാറയുടെ മുകൾ പക്ഷത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സീതിയാജി ഗ്രൗണ്ടും അതുപോലെ സീതിയാജി പാലത്തിൻ്റെയും മുകൾ വശത്തുള്ള പാറയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടവണ്ണ ടൗൺ കാണുമ്പോൾ ഭംഗിയാണ്. പക്ഷേ ഈ സമയത്ത് നോക്കിയാൽ ഭംഗി കുറവായിരിക്കും. രാത്രി നോക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ. ലൈറ്റിൽ കാണുമ്പോൾ ഇടവണ്ണ ടൗൺ, അതായത് നമ്മൾ രാത്രി കോഴിക്കോട് ടൗണിലൊക്കെ ഭയങ്കര പാറപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ചങ്ക ഞാൻ പറഞ്ഞ സ്ഥലം. എങ്ങനെയുണ്ട്? ഇതാണ് ഇടവണ്ണയുടെ ഇവിടെ നോക്കിയാൽ ഇടവണ്ണയുടെ ഫുൾ ടൗൺ കാണുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സ്റ്റേഡിയം, ഫുട്ബോളിൻ്റെ സ്റ്റേഡിയം സീതിയായി, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു പാറയുടെ കുറച്ച് അതിൻ്റെ അടുത്തൊരു പാറയുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹായ്, ഹലോ ചങ്കളെ. PH ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് പ്രത്യേകിച്ച് ബെല്ലേക്ക് നിൽക്കുക. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് നിൽക്കുക, ഷെയറും ചെയ്യുക.